മഴക്കാലമായപ്പോൾ നമ്മുടെ പുഴയിൽ എത്രമാത്രം വെള്ളം കയറിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി കാണാൻ പോണ അവസ്ഥയാണിത് കേട്ടോ. ഞങ്ങൾ ഇതാ പാടത്ത് പകുതി അമ്പലമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പാടത്ത് കൂടെ നടന്നു പോവാം. അസുരവിത്ത് മഞ്ഞപ്പൂവാണെങ്കിൽ കാട് പോലെ മൊത്തത്തിലുണ്ടായിട്ടുണ്ട്. നല്ല മഴ പെയ്തെങ്കിലും എല്ലാവരും കണ്ടത്തിൽ നട്ടിട്ടുണ്ട് കേട്ടോ. വെള്ളം അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പുഴ എത്താറൊന്നാവുന്നേ ഉള്ളൂ. മഞ്ഞപ്പൂവിൻ്റെ തോട്ടമാണ് മൊത്തം കാണുന്നത് കേട്ടോ. എന്തായാലും നടന്ന് ഞങ്ങളങ്ങനെ പുഴേൻ്റെ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. ഇവിടെ ഫുള്ള് പുൽപ്പരപ്പാണ്. കാലീനെ മേയ്ക്കണവർ അവിടെ ഇവിടെയൊക്കെ കാണാനുണ്ട്. ഇതാ പുഴ കാണാനുണ്ട് കേട്ടോ. പുഴയ്ക്ക് കര ഏതാണ്, പുഴ ഏതാണ്, പാറ ഏതാണെന്നൊന്നും അറിയില്ല. എന്നാലും ഞങ്ങൾ വലയൊക്കെ ഇട്ടിട്ട് കാവൽ നിൽക്കുക. ഒരു പൊടി പോലും കിട്ടിയില്ല എന്നുള്ളത് സത്യം. അത്രയ്ക്ക് വെള്ളമാണേ. പുഴ എവിടെയാണ്? ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ കയറി നിൽക്കാറുള്ള കല്ലൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കാണാനേ ഇല്ല. ഫുള്ളും വെള്ളം. വെള്ളം പറഞ്ഞാൽ അപ്പോൾ അതാ മഴ ഇരുണ്ട് മൂടി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിൽക്കണം അത്ര സേഫ് അല്ല പറഞ്ഞു. മീനും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. എന്നാലും വേണ്ടിയില്ല, നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം പറഞ്ഞു. അപ്പോൾ ഇനി അത്യാവശ്യം കാറ്റൊക്കെ വീശാൻ തുടങ്ങി. കൈതപ്പൂവൊക്കെ അടുത്ത് നിന്നിട്ടൊരു ഫോട്ടോ എടുക്കണമെന്ന് പോകുമ്പോൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ഉണക്ക ഫോണിൽ ഞാൻ 2 ഫോട്ടോയൊക്കെ ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ വേഗം നടന്നു. കാലീനെ മേയ്ക്കണവരൊക്കെ മഴ കണ്ടിട്ട് അവരും ഒരു ഭാഗത്തേക്ക് ഒതുങ്ങിയിട്ടുണ്ട്. കനാലിൻ്റെ പക്കത്ത് കൂടെ നടന്ന് ഞങ്ങൾ തിരിച്ചു പോരാണ് കേട്ടോ. കനാലിൽ നല്ല വെള്ളമാണ്, കുഞ്ഞിക്കനാലാണ്. എന്നാലും അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്. അങ്ങനെ നടന്ന് പെട്ടെന്ന് എന്തായാലും വെള്ളം കണ്ട പൂതി മതിയായി. ചെളി ഇതൊക്കെ കൂടെ ആയിട്ട് റെയിൽ കടന്ന് പെട്ടെന്ന് എങ്ങനെ വീടെത്തിയത് നന്നായി.